അല്ല, അത് പാടുമെന്ന് പറയാൻ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അക്ഷമയും അക്രമാത്സകതയും കാണിക്കാതെ സാവകാശത്തിൽ ഓരോ നടപടിയും പൂർത്തീകരിച്ചുകൊണ്ട് ചെയ്യാനുള്ള സാവകാശം വനവകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്താൽ അവർ ആത്മാർത്ഥമായി തന്നെ കർഷക താല്പര്യം സംരക്ഷിക്കാനുള്ള പ്രവർത്തനം നടത്തുമെന്ന ഉറപ്പാണ് എനിക്ക് ഈ ഘട്ടത്തിൽ നടത്താനുള്ളത്. അത് കിട്ടിയല്ലോ. കേരള അതിർത്തിയിലേക്ക് മൂവ് ചെയ്യുന്നുള്ള ഏതാണ്ട് പുലർച്ചെ 4-4:30 മണിയോടുകൂടി. അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് നമ്മളവിടെ എത്തിച്ചേർന്നത്. അല്ല, അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. അവിടെ ഒരു ഗ്യാപ്പ് വരും. കേരള അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ റേഞ്ച് ഉണ്ടാവില്ല. നമുക്കും കിട്ടുമല്ലോ, കാരണം കണക്ഷൻ നമുക്കുണ്ട് ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ്, കുറച്ച് നേരത്തൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളല്ലാതെ അതിനകത്തൊന്ന് വീഴ്ച എന്നതിനെപ്പറ്റി പറഞ്ഞൂടെ. അത് സ്വാഭാവികം. നമ്മളിപ്പോൾ തന്നെ ഇവിടെ തന്നെ റേഞ്ച് കിട്ടാത്ത ചില സന്ദർഭങ്ങളുണ്ടാവില്ല. കാരണം കർണാടകയുടെ ഫോറസ്റ്റ് ഏരിയയെ കവർ ചെയ്തുകൊണ്ടായിരിക്കാം അവരുടെയും കേരള ഫോറസ്റ്റ് ഏരിയയെ കവർ ചെയ്തുകൊണ്ടായിരിക്കാം കേരളത്തിൻ്റെ സംവിധാനം ഉണ്ടാവുക. അപ്പോൾ അതിനിടയ്ക്ക് വരുന്നൊരു ചെറിയ സമയത്ത് ആ സമയത്തെ വ്യത്യാസമല്ലാതെ വിവരം കിട്ടുകയും ഏതാണ്ട് 7 മണിയോടുകൂടി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാ സന്നാഹത്തോടും കൂടി അവിടെ എത്തണമെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഒരുക്കും യാത്രാ സമയവും ഇല്ലില്ല. ഈ കാറ്റഗറിയിലുള്ളവരെന്ന് മാത്രമാണ് ഇപ്പം ഞാൻ നിർദ്ദേശിച്ചത്. അത് ആലോചിച്ച് ഏറ്റവും മിടുക്കന്മാരായ ആളുകൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം. പിന്നെ ഒന്നെനിക്ക് ഈ കാര്യമൊന്നും ഇങ്ങനെ ഇത് മതിയോ, ഇതിനെ കുറച്ച് കൂടുതൽ ഔദ്യോഗിക കപ്പാസിറ്റി ഉള്ള ആളുകൾ വേണമോ എന്നുള്ള കാര്യം ഒന്നുകൂടി ആലോചിച്ച ശേഷമേ. ഏതായാലും ഇപ്പോൾ 5 അംഗ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന ധാരണയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വനംവകുപ്പിന് സാവകാശം നൽകാൻ എല്ലാവരും തയ്യാറാണ്. അതായത് ഇന്നലത്തെ നടപടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് മിനിസ്റ്റർക്ക് തോന്നുന്നുണ്ട്? ഇല്ലില്ല. ഇന്നലത്തെ സർക്കാരിൻ്റെ ഭാഗം നിന്നുള്ള വനം വകുപ്പിൻ്റെ ഭാഗം നിന്നുള്ള നടപടിയിൽ പിന്നെ ഒരു പിഴവും സംഭവിച്ചില്ല എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും വിചാരം. സമയം സംബന്ധിച്ച് കർണാടക എന്തെങ്കിലും അറിയിക്കുന്നുണ്ടോ? എങ്ങനെ, ഏത് സമയത്താണ് ആന ചെരിഞ്ഞത് എന്ന് അറിയിച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് ആ വിവരം കിട്ടുന്നത് 7 മണിക്കാണ്. 7:00 6:45 കിട്ടുന്നത്. കാരണം ഞാൻ ട്രെയിനിലായതുകൊണ്ട് കിട്ടാതിരുന്നോന്ന് അറിയില്ല. ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ആ വിവരം കിട്ടിയിരുന്നു. പക്ഷെ എൻ്റെ ഓഫീസിൽ അതിന് നേരത്തെ വിവരം കിട്ടിയിരുന്നു. എൻ്റെ ഓഫീസിൽ നിന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്.